നമുക്കറിയാമല്ലോ, മോട്ടിവേഷണൽ മെസ്സേജുകൾ, അത് പോസ്റ്റ് കാർഡുകളുടെ രൂപത്തിലാണെങ്കിലും ചിത്രങ്ങളുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ പലർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ സ്റ്റാറ്റസുകളിൽ നമ്മൾ ഇടാറുണ്ട്, ഷോർട്ട്സായി ഇടാറുണ്ട്, പല രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫോർവേഡ് ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും കൂടി വേണം എന്നുള്ള ഉത്തരവാദിത്വ ബോധം ഓരോ വ്യക്തിക്കും വരുമ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ തീർച്ചയായും തയ്യാറാകും. അതിൻ്റെ ഒരു ഭാഗം എന്നോണം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ എന്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഞാൻ ഉണരേണ്ടത്? അങ്ങനെയുള്ള വാചകങ്ങൾ എഴുതി വയ്ക്കുകയും രാവിലെ ഉണർന്നാളുടൻ അതെടുത്ത് വായിക്കുക. കാരണം നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു പ്ലെയിൻ പേപ്പർ പോലെയാണ്. രാത്രി ഉറങ്ങി ആ ക്ഷീണമെല്ലാം മാറ്റി രാവിലെ ഉണരുന്ന സമയത്ത് പ്ലെയിൻ പേപ്പറിൽ എഴുതാൻ എളുപ്പമാണ്. അതേപോലെ ആ സമയത്ത് മനസ്സിലേക്ക് ഏതൊരു ഇൻഫർമേഷനാണോ നമ്മൾ കടത്തിവിടുന്നത് അതനുസരിച്ചിരിക്കും അന്നത്തെ ജീവിതത്തിൻ്റെ നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക, ഞാൻ വളരെ ശാന്തി നിറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൽ എൻ്റെ മുന്നിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും ഏതെല്ലാം വ്യക്തികൾ എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും ശാന്തമായി ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓരോന്നിനും പരിഹാരം കണ്ടെത്തും. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ ശക്തമായി, അതേസമയം എൻ്റെ മനസ്സിൻ്റെ മേൽ നിയന്ത്രണം വിടാതെ, ദേഷ്യപ്പെടാതെ, ശക്തമായി ശാന്തിയോടുകൂടി അവതരിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും. ഇങ്ങനെ ഇതുവരെ ഇല്ലാത്ത കുറച്ച് പെരുമാറ്റ രീതികൾ എനിക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർഡ് ആവുകയും ചെയ്യുക. പിന്നീട് നമുക്കറിയാമല്ലോ, കർമ്മരംഗത്ത് വരുമ്പോൾ ഇഷ്ടം പോലെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അപ്രതീക്ഷിതമായി പല രംഗങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു എന്ന് വരാം. പല പ്ലാനുകളും നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് നടന്നില്ല എന്ന് വരാം. സ്റ്റാഫ് സമയത്തിന് വന്നില്ല, ഇല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് നമ്മൾ ചെയ്തൊരു ജോലിക്ക് ലഭിച്ചില്ല. അപ്രതീക്ഷിതമായി ഒരു വ്യക്തി നമ്മളോട് കുറച്ച് പരുഷമായി സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ ശരീരത്തിന് പെട്ടെന്ന് തന്നെ വയ്യാഴിക ഉണ്ടാകുന്നു, തുടങ്ങി പ്രതീക്ഷിക്കാത്ത എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി, ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഈ അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളെ നേരിടുവാനുള്ള പരിപക്വമായ ഒരു മാനസിക അവസ്ഥയോടുകൂടി നമ്മൾ ദിവസം തുടങ്ങുകയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൻ്റെ മേൽ ഒരു ശ്രദ്ധ വയ്ക്കുകയും കൂടി ചെയ്താൽ തീർച്ചയായും മനഃശക്തി ചോർത്തി കളയാതെ തന്നെ ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു എക്സർസൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ പല വർഷങ്ങളെക്കാട്ടിലും ഇതുവരെ കഴിഞ്ഞു വന്നതിനെക്കാട്ടിലും മികച്ച ഒരു രീതിയിൽ വളരെ ശാന്തമായി നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് നേരിടുവാൻ സാധിക്കും. അതിലൂടെ മനസ്സിൻ്റെ ഊർജം ചോർന്നു പോകുന്നത് കുറയ്ക്കുവാനും സാധിക്കും. ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായും നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നേരത്തെ 10 പ്രാവശ്യം ദേഷ്യപ്പെട്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 8 പ്രാവശ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു വിജയമാണ്. നേരത്തെ ഞാൻ 20 തവണ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സെൻസിറ്റീവ് ആവുകയും ഫീൽ ചെയ്യുകയും ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 15 പ്രാവശ്യമായി കുറയ്ക്കുവാൻ എനിക്ക് സാധിച്ചാൽ അവിടെയും നമ്മൾ വിജയിക്കുകയാണ്. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് സ്വപരിവർത്തനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു യാത്രയായി നമ്മൾ മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം വളരെ ക്ലിയർ ആകും. ഇതിലൂടെ നമ്മുടെ മാനസിക ഊർജം ചോർന്നു പോകുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മറ്റു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അത് കുട്ടികളെ നോക്കുന്ന കാര്യമാണെങ്കിലും ശരി, ഒരു സ്ഥാപനം നോക്കി നടത്തുന്ന ജോലിയാണെങ്കിലും ശരി, ക്ലീനിങ് വർക്കാണെങ്കിലും ശരി, ഓരോ വ്യക്തിക്കും ഏതൊക്കെ ഉത്തരവാദിത്വമാണോ ലഭിച്ചിരിക്കുന്നത് അവയൊക്കെ വളരെ നല്ല രീതിയിൽ പൂർവാധികം ഭംഗിയായി ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ബാഹ്യമായ റിസൾട്ടും നന്നായേ വരികയുള്ളൂ. നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മനസ്സിൻ്റെ അവസ്ഥ നന്നാക്കി വെക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ഇന്ന് ഡോക്ടർമാർ തന്നെ പറയുന്ന കാര്യമാണ്,
എങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ ശരീരത്തിനെ ബാധിക്കുക എന്നുള്ളത്. 80% കൂടുതൽ രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണെന്നാണ് പറയുന്നത്. സൈക്കോസൊമാറ്റിക് എന്നാൽ മനസ്സിൻ്റെ അവസ്ഥ ശരീരത്തിനെ ബാധിക്കുന്നത്. നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങളാകുന്ന ഡയബറ്റിക്സ്, ബ്ലഡ് പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ചിലതരം ക്യാൻസറുകൾ, ഇവയെല്ലാം ഇന്നത്തെ ലോകത്തിൽ മനസ്സിൻ്റെ അവസ്ഥ തകിടം മറിഞ്ഞിരിക്കുന്നതായതുകൊണ്ടാണ് ഇത്രയധികം ലോകത്തിൽ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തീർച്ചയായും ഡോക്ടർമാരുടെ സഹായം തേടുന്നതിനോടൊപ്പം തന്നെ സ്വയം നമ്മളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും ജീവിതത്തിലുള്ള വിശ്വാസം നിലനിർത്തുക, കൂടെയുള്ള വ്യക്തികളോടും സമൂഹത്തോടുമുള്ള വിശ്വാസം നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരികയും ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി പോസിറ്റീവ് ആകാൻ തീരുമാനിക്കുമ്പോൾ അത് അവർ സമൂഹത്തിനോട് തന്നെ ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ്. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും സേവനങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സാമൂഹിക സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം സേവന പ്രവർത്തനങ്ങളിൽ സെലിബ്രിറ്റികളാണെങ്കിലും സമൂഹത്തിൽ ഉന്നത തലങ്ങളിൽ നിൽക്കുന്നവർ തുടങ്ങി സാധാരണ വ്യക്തികൾ വരെ ഇഷ്ടമാണ് എല്ലാവർക്കും ചെയ്യുവാൻ. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ എല്ലാവരും പരസ്പരം അവരെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ശരിയല്ലേ? അയൽവക്കക്കാരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ ഓരോ വ്യക്തിയും അവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ, നമ്മുടെ ആ പോസിറ്റിവിറ്റിയുടെ തരംഗങ്ങൾ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് പകരും. ആ വീട്ടിലുള്ള അംഗങ്ങൾ, ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളാണ് ഇതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതെങ്കിൽ അവരുടെ കുട്ടികൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ മാതാപിതാക്കൾ തുടങ്ങി ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും ആ പോസിറ്റിവിറ്റിയുടെ. കാരണം ഇന്ന് ലോകത്തിൽ, ഇന്നെന്നല്ല, മനുഷ്യർക്ക് എല്ലാവർക്കും